لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض وكانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير. ولئن قتلتم في سبيل الله أو متم لمغفرة من الله ورحمة خير مما يجمعون. ولئن متم أو قتلتم لا إلى الله تحشرون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് അന്തിമമായി ഉണർത്തുകയാണ് ശരിയില്ല. ആഗോള മുസ്ലിം ലോകത്തെ ദുഃഖത്തിലാണ്ടിക്കൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇന്നലെ മിനായിലുണ്ടായ വലിയ ദുരന്തം മുമ്പ് പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്ന് കമ്മ്യൂണിക്കേഷൻ ഇത്ര വ്യാപകമല്ലാത്തതുകൊണ്ട് എല്ലാ ആളുകളും അറിയാറില്ല. 2006 സംഭവിച്ച ടെന്റുകളിൽ തീപിടുത്തമാണ് ആളുകൾക്ക് ഇപ്പോൾ ഓർമ്മയുള്ള ഒരു പഴയ സംഗതി. ഈ ഹജ്ജിന്റെ സമയത്ത് ക്രൈം പൊട്ടി വീണും അതുപോലെ ചെറിയ തീപിടുത്തത്തിൽ നേരത്തെ തന്നെ കുറച്ച് ആളുകൾ അല്ലാഹുവിലേക്ക് യാത്രയായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ലഭ്യമായ കണക്കുകൾ വെച്ച് 717 ആളുകളും മരണപ്പെട്ടതെന്നും 800-ലധികം ആളുകൾക്ക് പരിക്കുകളുണ്ടെന്നുമാണ്. ഇത്തരമൊരു സംഭവം ഉണ്ടാവുമ്പോൾ പലതരത്തിലുള്ള ചിന്താഗതി സത്യവിശ്വാസികളിലും അല്ലാത്തവരിലും ഉണ്ടാവും. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ മരണവും അതുപോലെ തന്നെ കൊല്ലപ്പെടലും ഒക്കെ ഉണ്ടാവുക. ഇത് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിനും നീതിക്കും നിരക്കുന്ന ഒരു സംഗതിയാണോ എന്ന സംശയം സത്യവിശ്വാസികളിലുണ്ടാവും. സത്യനിഷേധികളായ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ദൈവത്തിന്റെ വഴി പോയിട്ട് ഇങ്ങനെ ദാരുണമായി മരിച്ചു, എന്ത് ദൈവമാണ് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് പലപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇപ്പോ സോഷ്യൽ മീഡിയ വളരെ സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ ട്വിറ്ററിലൊക്കെ അത്തരം പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. അതിന് മറുപടി പറയുന്ന ആളുകളുണ്ട്. ഇത് സ്വാഭാവികമായും സത്യവിശ്വാസികൾക്ക് പ്രശ്നം സൃഷ്ടിക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അവന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് അവരെന്നെ ദാരുണമായി കൊല്ലപ്പെടുക എന്നത് ദൈവിക നീതിക്ക് യോജിച്ചതാണോ? ഒരു വലിയ ചോദ്യമായിട്ട് പലപ്പോഴും ചോദിക്കപ്പെടാറുണ്ട്. സത്യവിശ്വാസികൾക്ക് തന്നെ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ദാരുണമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
വഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം ചെയ്യുന്ന സൂറത്ത് ആൽ ഇംറാനിലെ ഇങ്ങനെ കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ മരണമോ അപകടമോ അല്ലെങ്കിൽ മുറിവേൽക്കലോ ഒക്കെ ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസികളുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്, യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള വികാരമാണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഒരു ആവശ്യം വരുമ്പോൾ സന്ദർഭത്തിന്റെ ഗൗരവം അനുസരിച്ച് നമ്മൾ ഖുർആനിലേക്ക് നോക്കുമ്പോൾ ആവശ്യമായതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. കാരണം വരാൻ പോകുന്ന കാലത്ത് എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്ന രക്ഷിതാവാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില ആഴ്ചകളാണ് ആദ്യമായി നിങ്ങളെ കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തെന്ന് പറയണം. ലാ തകൂനൂ കല്ലദീന കഫറൂ, നിങ്ങൾ നിഷേധികളെ പോലെ ആവരുത്. ഖാലൂ, അവർ പറയും, ലിഅഖ്വാനിഹിം, അവരുടെ സഹോദരങ്ങളോട് പറയാം, ഇദാ ദറബൂ ഫിൽ അർദി ഔ കാനൂ ഗുസ്സ, അല്ലാഹുവിന് ആരെങ്കിലും യാത്ര പുറപ്പെടുകയോ അല്ലെങ്കിൽ യുദ്ധ സന്നദ്ധമായി പോവുകയോ ചെയ്താൽ പറയും. പോയിച്ച് അവിടെ ഉണ്ടാകുന്ന അനന്തരഫലങ്ങളെ സംബന്ധിച്ചാണെന്നുള്ളത് പിന്നീടുള്ള ആയത്ത് നാം മനസ്സിലാവും. ലൗകാനു ഇൻദനാ മാ മാതു വമാ ഖുതിലു, അവർ പോകാതെ നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നു, കൊല്ലപ്പെടുകയുമില്ലായിരുന്നു എന്ന് പറയുന്ന സത്യനിഷേധികളായ ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ പോകാതിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല എന്ന് പറയുന്ന നമ്മുടെ സാധാരണ വർത്താനം തന്നെയാണ്. ഇപ്പൊ അങ്ങോട്ട് പോയതുകൊണ്ടാണ് അത് പറ്റിപ്പോയത്, അല്ലെങ്കിൽ പറ്റൂലായിരുന്നു. ഹെൽമറ്റ് വെക്കണം എന്നുള്ളതാണ്. പക്ഷെ ഹെൽമറ്റ് വെച്ചിരുന്നെങ്കിൽ തലകൊള്ളിയിട്ടായിരുന്നു, മരിക്കൂലായിരുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഹെൽമറ്റിനെ എതിർക്കാൻ വേണ്ടി പറഞ്ഞാൽ ഈ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ ആ ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന മനസ്സുകളുണ്ട്. ഞാനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അങ്ങനെ പറയുന്ന മനസ്സുകളുടെ വികാരങ്ങളെ അവസാനം അങ്ങനെ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ഭയങ്കരമായ നഷ്ടബോധമായിട്ട് അവരുടെ മനസ്സുകളിൽ അല്ലാഹു തആല പതിപ്പിച്ചു കൊടുക്കുകയും പോകും. അതാണ് അതിന്റെ ഭാഗ്യം. അങ്ങനെ ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിച്ചത് വിട്ടിട്ട് സ്വന്തം വികാരങ്ങളുടെ പിന്നാലെ പോയി ലാഭനഷ്ടങ്ങൾ, ജീവിതത്തിന്റെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്ന ഒരു മനോഭാവത്തിൽ ഇങ്ങനെ ചിന്തിച്ചാൽ അതവർക്കൊരു വേദന, മനോവേദനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ പ്രസ്താവന ഇറക്കാൻ പറ്റും. വല്ലാഹി യുഹ്യീ വയുമീത്, അള്ളയാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. ആര് ജീവിക്കണം, എത്ര കാലം ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എവിടെ വെച്ച് മരിക്കണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തീരുമാനിക്കുന്നത്. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, ആര് എന്ത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു തആല വളരെ കൃത്യമായി അറിയുന്നവനാണ് എന്നൊരു ആശ്വാസത്തിന്റെ വചനമാണ്. എന്നിട്ട് വലഇൻ ഖുതിൽതും ഫീ സബീലില്ലാഹ്, ഇനി ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് തട്ടിപ്പോയി, അതായത് മരിച്ചുപോയി, കൊല്ലപ്പെട്ടുപോയി, ഔ മുത്തു, അല്ലെങ്കിൽ മരണപ്പെട്ടുപോയി, യാത്രയും യുദ്ധവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിലേതായിട്ടാണ്. പ്രത്യേകിച്ച് യാത്ര ഫീ സബീലില്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ളതാണ്. അവർക്ക് ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മ, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം ഉണ്ടാവും, വറഹ്മ, അനുഗ്രഹം ഉണ്ടാവും, അവരനുഗ്രഹിക്കപ്പെടുമെന്ന്. അങ്ങനെ ആരെങ്കിലും യാത്ര പുറപ്പെട്ടിട്ട് മരിച്ചു പോവുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം ഉണ്ടാവും, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹവും ഉണ്ടാവും, അനുഗ്രഹിക്കപ്പെട്ടവരാവും. എന്നിട്ട് ഖൈറും മിമ്മാ യജ്മഊൻ, അവരെ ഒരുമിച്ച് കൂടുന്ന സമ്പാദിച്ചുണ്ടാക്കുന്ന മറ്റെന്തിനേക്കാളും അത് വളരെ വലുതായിരിക്കും. ഹജ്ജിന് പോകുന്നത് ആത്യന്തികമായി പറഞ്ഞൊരു സ്വർഗം സമ്പാദിക്കാനാണ്. മബ്റൂറായ ഹജ്ജ്, സമ്പൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹജ്ജിന് പോകുന്ന സ്വർഗം സമ്പാദിക്കാനാണ്. ഹജ്ജിന് പോയിച്ച് കുറെ കാലം കൊണ്ട് ഇവിടെ ജീവിച്ചിട്ട് സ്വർഗം കിട്ടണമെന്നല്ല തീരുമാനിക്കുന്നത്. ചില ആളുകൾക്ക് അപ്പം തന്നെ ഏതാൻ കിട്ടിയ വെള്ളം തന്നെ വിട്ടുപോകും. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാനിൽപ്പെട്ടതാണ്. നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന മറ്റൊന്നിനേക്കാളും
ഏറ്റവും ഉത്തമമാണ് എന്നുള്ള വഴി. കൊലയും മുത്തും നിങ്ങൾ മരിച്ചുപോയാൽ ഔപത്തിൽത്തും കൊല്ലപ്പെട്ടാൽ ലാ ഇലല്ലാഹി തഹ്ശറൂൻ, അള്ളയിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. എന്തായാലും എത്ര കാലം ഇവിടെ ജീവിച്ചിരുന്നാൽ അങ്ങോട്ടാ പാടുന്നത്. അപ്പൊ ദുനിയാവിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന്, വേദനയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ബേജാറിൽ നിന്ന്, അങ്കലാറിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിന്റെ മർഹമത്തിന്റെ ഒരു സ്റ്റേജിലേക്ക് മാറ്റുകയാണ്. ഇത് മനസ്സിലാക്കാൻ സാധാരണ ലേശബുദ്ധിമുട്ടാണ്. ഒരുപാട് ആളുകൾ മരിച്ചു പോകുമ്പോൾ കരളില്ലാത്തവനെ പോലെ ഇങ്ങനെ പറയാൻ കഴിയുക എന്നുള്ളത് ഒരു ചെറിയൊരു സംഗതിയാണ്. എന്നാലും വിചാരിക്കും ഇത് ചെറിയൊരു സംഗതിയല്ല എന്നുള്ളത്. അതായത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്, പ്രയാസമാണ്. ഇത് അതിന്റെ ഭൗതികമായ റിസൾട്ടാണ്. ഇത് നമുക്ക് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവർത്തനങ്ങളുടെ നട്ടല്ലായി പ്രവർത്തിച്ച ഹംസ റളിയല്ലാഹു അൻഹു വഹദിൽ കൊല്ലപ്പെട്ടു. യഥാർത്ഥത്തിൽ റസൂലിനെ അറിയാൻ ഹംസ കൊല്ലപ്പെടുന്നു. കാരണം വഹദിന്റെ തലേന്ന് റസൂൽ ഒരു സ്വപ്നം, വാളിന്റെ അറ്റം പൊട്ടിച്ച് അതിൽ നിന്ന് ചോരയിച്ചുന്നത്, കൈ പുറകിട്ട് കുപ്പായത്തിലേക്ക് പിടിക്കുന്നത്. രണ്ടിനെയും റസൂൽ അന്ന് രാത്രി വ്യാഖ്യാനിച്ചത് യുദ്ധത്തിൽ പരാജയം സംഭവിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ഒരു വലം കൈ നഷ്ടപ്പെടുകയും ചെയ്യും. പേര് അദ്ദേഹം പറഞ്ഞില്ലെന്നല്ല, ഹംസയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമുക്കൊരു സംഗതി, യുദ്ധം തുടങ്ങിയില്ല, യുദ്ധത്തിലേക്ക് വന്നു പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എത്ര ദൃഢമാണ്. നമ്മളാണെങ്കിൽ അങ്ങോട്ട് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയം തീരുമാനിച്ചിരിക്കുന്നു. എവിടെ? ഈ ദുനിയാവിൽ അത്രയുള്ളൂ, അതിനത്ര വിലയുള്ളൂ. അതിന്റെ ആക്ഷേപത്തിൽ പരലോകത്തും വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത്. അപ്പോ കാര്യങ്ങളെ ദുനിയാവിന്റെ കണ്ണുകൊണ്ട് നമുക്ക് കാണാം, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ പ്രവിശാലമായ സൗഭാഗ്യങ്ങളെ കുറിച്ച് ആലോചിച്ചു ആ കണ്ണുകൊണ്ട് നമുക്ക് കാണാം. അപ്പൊ പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു യുദ്ധത്തിന് 1000 പേരായിട്ട് പോവാം. പകുതി വഴിയിലെത്തിയപ്പോ 300 പേര് മുനാഫിക്കുകൾ പിന്തിരിഞ്ഞു. ആളുകൾക്ക് ബേജാറായി. 1000 പട്ടാളക്കാരുള്ള 300 പേര് അങ്ങ് പിന്തിരിഞ്ഞു പോയാൽ, ഏതാണ്ട് 3 പേര് പിന്തിരിഞ്ഞു പോയാൽ മറ്റു പട്ടാളക്കാരുടെ മനോവീര്യം തകർന്നു പോകുന്നതാണ്. പക്ഷെ അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിക്കോട്ടെ, അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാക്കുമായിരുന്നു. അത് പിന്നീട് പറഞ്ഞു, അവരെങ്ങാനും നബി നിർബന്ധിച്ച് കൂടെ കൊണ്ടുവരുന്നെങ്കിൽ ഈ പട്ടാളക്കാരുടെ പിറ്റനുണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് താൽക്കാലില്ലാത്ത പോയിക്കോട്ടെ, വിട്ടാതാണ്. ബാക്കിയുള്ളവർ പോയപ്പോ അവിടെ സംഭവിച്ചത് വലിയ വിജയമാണ് ആദ്യം. ആ പശ്ചാത്തലത്തിലാണ് ഈ സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവലോകനം ചെയ്തു. അതോടൊപ്പം നമ്മളെ വളരെ ആഴത്തിലുള്ള ചില സംഗതികൾ ഇതിലൂടെ പഠിപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് ഇവിടെ നടന്ന ദുരന്തവും ഇതുമായി ബന്ധപ്പെടുത്തി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് യുദ്ധത്തിന്റെ ആദ്യ രംഗത്ത് മുസ്ലിങ്ങൾ വമ്പിച്ച ബഹദിൽ ബദറിൽ ജയിച്ച ഊച്ചത്തോടെ പോകണം. ബദറിൽ ജയിച്ച ഒരു അല്പ ഊച്ചത്തിന്റെ ചിന്ത മനസ്സിലുണ്ട്. കാരണം അതുകൊണ്ട് നമ്മള് കുഴപ്പമുണ്ടാവില്ല, ശരിയായി കളയാം എന്നുള്ള മനസ്സ്. വിജയപരാജയങ്ങൾ നമുക്കെന്തോ ഒരു പങ്കുണ്ട് എന്നുള്ള ഒരു ചിന്ത, അതുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോ ആ വീരത്തോടുകൂടി ആദ്യം കയറടിച്ചു ഒരുപാട് ശത്രു സൈന്യങ്ങളെ കൊന്നു. അത് പറയാം, നിങ്ങൾ എന്റെ അനുമതിയോടുകൂടി ശത്രുക്കളെ വധിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവരെ കൊന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് നാം നൽകിയ വാഗ്ദാനം നാം പാലിക്കുകയായിരുന്നു ഉള്ളവരാ. നിങ്ങൾക്ക് നാം വാഗ്ദാനം നൽകി, സത്യവിശ്വാസം നാം സഹായിക്കാം. നിങ്ങൾ യുദ്ധം ചെയ്ത് അങ്ങനെ വിജയിച്ചു മുന്നേറുമ്പോ അത് നമ്മുടെ സഹായമായിരുന്നു, നിങ്ങളെ മിടുക്കായിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചെന്ന് അതിലേക്ക് നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ തള്ളിക്കൊണ്ട് പോവാ, ഈ വക ജീവിത പ്രവർത്തനങ്ങളിലേക്ക്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ കാര്യങ്ങളിൽ പരസ്പരം ഭിന്നിക്കുകയും എന്നിട്ട് ഭീരുത്വം കാണിക്കുകയും എന്നിട്ട് അനുസരണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. അതായത് അവിടെ നടന്നൊരു സംഭവത്തെ അനുസ്മരിക്കുക. മലയുടെ അപ്പുറത്തെ സൈഡിൽ യുദ്ധമുഖത്തിന്റെ ഓപ്പോസിറ്റ് രണ്ട് മലകൾക്കിടയിൽ കുറഞ്ഞ സ്ഥലമുണ്ട്, ഒഴിഞ്ഞ സ്ഥലം, ഇങ്ങനെ താഴ്ന്നു വരുന്ന സ്ഥലം, ഒന്നും കാണാറുണ്ടായിരുന്നു. ഇങ്ങനെ പോകും. അപ്പൊ അവിടെ കുറെ ആളുകളെ കാവൽ നിർത്തി. റസൂൽ നേരത്തെ കണ്ടിരുന്നു.
യുദ്ധം കൊടുപ്പിക്കൊള്ളുമ്പോൾ വിജയിച്ചു വരുമ്പോൾ ഈ മറ്റുള്ള ശത്രുക്കൾ ദൂരെ നിന്ന് കണ്ടിട്ട് ബാക്കിലൂടെ വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചാളുകളുടെ കാവൽ. എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളിവിടെ നിന്ന് മാറരുത്. ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങളുടെ ശരീരം അച്ചു ഭൂമിയിൽ വീണ് കഴുകൻ കൊത്തിക്കൊണ്ടു പോകുന്നത് കണ്ടാലും നിങ്ങൾ ഇവിടെ നിന്ന് മാറരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അനുയായികളുള്ളത് അവരവിടെ നിർത്തി. യുദ്ധം ഇങ്ങനെ വല്ലാണ്ട് പഠിപ്പിക്കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇങ്ങനെ ശത്രുക്കൾ ഇങ്ങനെ വരുന്നു, അതിനെ മറ്റവരിങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യവിശ്വാസം. അങ്ങനെ യുദ്ധത്തിന്റെ പൊടിപടലം ഭയങ്കരമായ ഖാലിദ് വലിയ മറുഭാഗത്താണ്. അദ്ദേഹം കാണുന്നത് ആ മലയിടിക്കുന്നത് ദൂരേക്ക് യുദ്ധത്തിന്റെ മുഖം നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഉടനെ തന്നെ കുറെ പട്ടാളക്കാരെ കൂട്ടി അദ്ദേഹം മലയടിവാരത്തോടെ ഇവർ കാണാതെ ബാക്കിലൂടെ കയറി. അവിടെ വന്നു നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ. അപ്പൊ ഈ ശത്രുക്കൾ ഓടാൻ തുടങ്ങി. മുന്നിൽ യുദ്ധം നടക്കുന്ന ശത്രുക്കൾ ഓടാൻ തുടങ്ങി. അപ്പൊ സത്യവിശ്വാസികൾ വിചാരിച്ചു ജയിച്ചിരിക്കുന്നു. അപ്പൊ സത്യവിശ്വാസികൾ ഒരുപാട് അവരുടെ ഗനീമത്ത് കൂട്ടി, അതായത് യുദ്ധ മുതലുകൾ പറക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ കാവൽ നിന്ന ആളുകള് അവരെല്ലാം പറക്കൊണ്ട് പോകുന്നു, നമുക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ നേതാവ് അത് പോകരുത്, റസൂൽ പറഞ്ഞിട്ടുണ്ട്. കുറെ നേരം കത്തിച്ചു. അവസാനം റസൂലിനെ വയസ്സയിച്ചു, നിങ്ങൾ അനുസരണം കളിച്ചു. അവര് നല്ലൊരു ഭാഗം ഓടി ഈ സ്വത്ത് പറക്കാൻ വേണ്ടി. ഇത് ഖാലിദിനെ ഇത് കാണുന്നുണ്ട്. അപ്പൊ കുറഞ്ഞ ആളുകളെ അവിടെ ഉള്ളൂ. ഖാലിദ് നല്ലൊരു യോദ്ധാവാ. ഖാലിദ് വേഗം പിന്നീലൂടെ വന്ന് വമ്പിച്ചൊരാക്രമണം നടത്തി. ആളുകൾ ഭയങ്കരമായി റസൂലിന്റെ ഒരു പല്ല് ഷഹീദായി, അമ്പുകൊണ്ടിരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ ശത്രുക്കൾ ഇങ്ങനെ വരുന്നു. ഓരോ മനുഷ്യന്മാരും ഇങ്ങനെ മരിച്ചു വീഴുന്നു. റസൂലിന്റെ കഴുത്തിൽ വെട്ടുകൊള്ളുന്നതിൽ അനുസ്മിനും ചാടി കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ആളുകൾ ഇങ്ങനെ യുദ്ധരംഗത്ത് നിന്ന് ഓടിച്ചോടുന്നു. ആ ഒളിച്ചോടിയിലെ ആളുകൾ ശരിക്കും പിന്തിരിഞ്ഞുണ്ട്, തീരുത്തും കാണിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പിന്നിൽ വിളിക്കുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, സഹായം ഉണ്ടാവും, പോലെ വരി ഇതൊക്കെ അല്ലാഹു തന്നെ എടുത്തു പറയുന്നു. കാരണം വളരെ കൃത്യമായി മിൻകും മൻ യുരീദു ദുനിയ വ മിൻകും മൻ യുരീദുൽ ആഖിറ. നിങ്ങളിൽ കുറച്ച് ആളുകൾ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് ആയുധത്തിന് വന്നവരുണ്ട്. സത്യവിശ്വാസികളാണ്. റസൂലിന്റെ അനുയായികളെ കുറിച്ചാണ്. മുനാഫിക്കുകൾ പോയതിനു ശേഷമുള്ള കരകളഞ്ഞ ആളുകളെ കുറിച്ചായി പറഞ്ഞു. കുറച്ചാളുകള് ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങൾ, പണം ഉണ്ടാക്കണം, സ്വത്തുണ്ടാക്കണം. കുറച്ചാളുകളുടെ പരലോകം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു ഹുമ്മ സറഫതും മൻഹും ലിയബ്തിലികും വലഖദ് അഫാ അൻഹും അല്ലാഹു ദുഖുവൻ അലൽ മുഅ്മിനീൻ. അത് അല്ലാഹുവിന്റെ മഹാകാരുണ്യമാണ്. അപ്പൊ അല്ലാഹു തആല നിങ്ങളെ പിന്തിരിപ്പിച്ചു. ശത്രുക്കളുടെ നേരെ നിങ്ങൾ യുദ്ധം ചെയ്യാനുള്ള മനോവീര്യം മാറിയിട്ട് നിങ്ങൾ സ്വത്ത് പറക്കാൻ പറ്റും. എന്തായാലും ആ മണ്ടത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പുറത്തുനിന്നിരിക്കുന്നു. വഅഫാൻകും. അതിനാൽ അല്ലാഹു തആല എടുത്തു പറയും. മറ്റ് സംഗതികൾ പറയുന്നതിന് മുമ്പ് അല്ലാഹുവിനെ കുറിച്ച് നമ്മളോട് പറയാം. അല്ലാഹു ഫദ്ലുൻ അലൽ മുഅ്മിനീൻ. വിശ്വാസികളോട് അത്രയധികം കാരുണ്യമാണ് അല്ലാഹു. ഇത് തുസ്ഇദൂന വലാ തലൗന അലാ അഹദിൻ വറസൂൽ യദ്ഉകും ഫീ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് നിങ്ങൾ വിളിക്കുക. നിങ്ങൾ ആരോ തിരിഞ്ഞു നോക്കാതെ, പിന്തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നപ്പോൾ അപ്പൊ അത് നിങ്ങൾക്കൊരു വേദനയുടെ പ്രയാസത്തിന്റെ മേൽ പ്രയാസമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെച്ചു. ആ വേദന തന്നതും നിങ്ങൾക്ക് കിട്ടുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ച ആ ലാഭം നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുക. ഇതെന്തിനാണ് ഈ വേദന നിങ്ങൾക്ക് തന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ സ്വത്തൊക്കെ, അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കാതിരിക്കുക. നിങ്ങൾക്ക് പറ്റിയ ആ വേദനകളിലും അതുപോലെ തന്നെ മുറിവുകളിലും നിങ്ങൾക്ക് വേദനയും പ്രയാസവും തോന്നാതിരിക്കാൻ അല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നതാണ്. അപ്പൊ ഈ ഒരു ഭയങ്കരമായ ഒരു കൺഫ്യൂഷൻ അതിന്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മനുഷ്യരോട് പറയാം, തുമ്മ അൻസല അലൈക്കും മിൻ ബഅദി ളഅഫിൻ. പറഞ്ഞാൽ പ്രയാസം ബേജാരം കഴിഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ അംനത്തൻ, ഒരു സുരക്ഷിതത്വം, നുആസൻ യഗ്ശാ ളായിഫത മിൻകും. ഒരു വിഭാഗമാണ് നല്ല സത്യവിശ്വാസികൾ ഉടനെ ഒരു ഉറക്കം, ഒരു മയക്കം, അല്ലെങ്കിൽ ഒരു ആശ്വാസം ആകാശത്ത് നിന്നാണ് അല്ലാഹു തആല ഇറക്കി കൊടുക്കുക. അപ്പോൾ വേറെ ചില ആളുകൾ ആ കൂട്ടത്തിലുള്ളവർ തന്നെ
അവരുടെ ദേഹത്ത് പറ്റിയ പരിക്കുകളെ കുറിച്ചും നഷ്ടബോധത്തെ കുറിച്ചും അവർ വേവലാതിപ്പെട്ടുകൊണ്ടിരുന്നു. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് അതായത് അജ്ഞാത കാലത്തെ യാതൊരു കാര്യത്തിലും അള്ളാഹുവിനെ യോജിക്കാത്ത സത്യത്തിന് വിരുദ്ധമായ അള്ളാഹിനെ കുറിച്ചുള്ള ധാരണകളായിരുന്നു ആ വിശ്വാസികളുടെ മനസ്സിൽ. അവർ ചോദിക്കല്ല, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമുക്കെന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ നീ പറയാ മുഹമ്മദ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം എന്റെ രക്ഷിതാവാണ്. അവർ പുറത്തു പറയുന്നതിനേക്കാൾ വലുത് അവരെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പറയുന്നതിന് എടുത്തു പറയാം. അതായത് കാര്യങ്ങളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും നമുക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊല്ലപ്പെടുമായിരുന്നില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടച്ചിരുന്നാലും മരണം തീരുമാനിക്കപ്പെട്ടവൻ അതിന്റെ സ്ഥാനത്തേക്ക് പുറപ്പെട്ടു വരിക തന്നെ ചെയ്യും. എവിടെയാണോ മരണം തീരുമാനിക്കപ്പെട്ടത് ആ സ്ഥാനത്തേക്ക് അവൻ എത്തുക തന്നെ ചെയ്യും. അപ്പൊ മനസ്സിലാവണല്ലോ എങ്ങനെയാണ് മരണം തീരുമാനിക്കപ്പെട്ട ആ സമയത്ത് ആ സ്ഥാനത്ത് നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കെട്ടി അടച്ചിരുന്നാലും അവിടെ എത്തുക തന്നെ ചെയ്യും എന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കുക. ഇത് ലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ പരീക്ഷിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ ഒരു സംഭവമാണ്. അല്ലാഹു അലീം ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എന്തെങ്കിലുമുള്ള തെറ്റായ ധാരണകളുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ പറഞ്ഞു. ഇതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കാര്യങ്ങൾ തർക്കിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോഴാണ് നാം നൽകിയ സഹായം പിൻവലിച്ചത്. അതിന് നമുക്ക് പ്രയാസമുണ്ടായത് എന്നൊരു വാചകം അല്ലാഹു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വ്യസനവും ദുഃഖവും വേദനയും നഷ്ടവും കഷ്ടപ്പാടുകളും ഉണ്ടാവുമ്പോൾ അതിന് മനുഷ്യന്റെ എന്തോ ഒരു ചെറിയ തകരാറിന്റെ പ്രശ്നം അതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ചിന്താഗതി ഉണ്ടാകുമ്പോൾ പിശാച് വഴിതെറ്റിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തായിട്ട് പറയും. ആ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിൽ ഇപ്പൊ നടന്ന സംഗതിയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും. കുറ്റക്കാരുണ്ടെങ്കിൽ കൂടി ശിക്ഷിക്കുകയും വേണം. അത് ഭൗതികമായി മനുഷ്യന്റെ ഉണ്ടായില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊള്ളുമെന്ന് പറയാൻ വകുപ്പില്ല ഇതിലൂടെ. എന്താണ് സംഭവിച്ചത്? കുറ്റമറ്റ രീതിയിൽ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഹജ്ജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഭരണാധികാരികൾ ഗൗരവമായി ആലോചിക്കണം. എന്നിട്ട് ഇപ്പൊ നടന്നതിനുള്ളിൽ അട്ടിമറിയുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന സത്യവും വ്യക്തവും സത്യസന്ധവുമായ ഒരു അന്വേഷണം. ആ അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്നത്. കാര്യങ്ങൾ അല്ലാഹുവാണ് തീരുമാനിച്ചെങ്കിലും ആ തീരുമാനത്തിന്റെ ഭാഗമാണ് വേണ്ടപ്പെട്ടവർ ഇതിനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിന്റെ അനന്തര നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് തള്ളിയെടുക്കാനൊന്നും പറ്റില്ല. മരിക്കാനുള്ളത് മരിക്കും, കൊണ്ടാളുള്ളത് കൊണ്ടോ, ചെയ്യാനുള്ളത് നാം ചെയ്യുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്കതിലൊരു പാഠമുണ്ട്. ആ പാഠം ഇതാണ്: ഓരോ കാര്യത്തെക്കുറിച്ചും ഗൗരവമായി വഹദ് കഴിഞ്ഞ ശേഷമാണ് ഈ അവലോകനം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. വഹദ് കഴിഞ്ഞ ശേഷം പ്രവാചകന്റെ സാന്നിധ്യത്തിൽ നടന്ന ഒരു യുദ്ധത്തിൽ വമ്പിച്ച പരാജയമുണ്ടായി. പ്രവാചകന്റെ പല്ല് ഷഹീദായി, നെഞ്ചി പൊട്ടി, അത് തറയിൽ വീണ്, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് അത് അല്ലാഹു തആല അവലോകനം ചെയ്തു. ഇതുണ്ടാവാനൊരു കാരണമുണ്ട്. നിങ്ങളെ ചിന്താഗതിയിൽ ചില തകരാറുള്ളതാണ്. നിഷ്കളങ്കവും ആത്മാർത്ഥമായ അല്ലാഹുവിനെ ലക്ഷ്യം വെക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭൗതികമായ ചിന്താഗതി പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ നിങ്ങൾ അല്ലാഹുവിനെയാണ് റസൂലിനോട് അനുസരണത്തിൽ കഴിച്ചു. അപ്പൊ ഓരോ സംഭവത്തിലും നമ്മുടെ ഭാഗത്ത് നിന്ന് അല്ലാഹുവിനോട് അനുസരണക്കേടുണ്ടാകുമ്പോ മനുഷ്യന് മാരകമായ പല പലതരത്തിലുള്ള വ്യസനവും വേദനയും ഉണ്ടാവും എന്നും കൂടി ഇതിലൂടെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ആരെയും കുറിച്ച് ദുഃഖിക്കാനോ ഖേദിക്കാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നില്ല. പക്ഷേ മനുഷ്യ സഹജമായ ഖേദം, ഞാൻ നേരത്തെ പറഞ്ഞു ഹംസ, അദ്ദേഹം മരിക്കുമെന്നറിയാം. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ മരിച്ചപ്പോൾ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഇത്രയും സ്ട്രോങ് ആയ ഒരു മനസ്സ് വരില്ല. പക്ഷെ അത് കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അദ്ദേഹം മരണപ്പെട്ടു. 70-ലധികം സഹാബാക്കൾ മരണപ്പെട്ടു ആയുധത്തിൽ. ആ സഹാബാക്കളുടെ വീടുകളിൽ വിധവകളെയൊക്കെ സന്ദർശിക്കാൻ പോയി, കുടുംബക്കാരെ സന്ദർശിക്കാൻ പോയി.
അവിടെയൊക്കെ കരഞ്ഞു. ആ കരച്ചിനോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഹംസയ്ക്ക് വേണ്ടി കരയാൻ ആരുമില്ലല്ലോ. ആരുമില്ലാത്തവരല്ല, ഹംസയ്ക്ക് വേണ്ടി കരയേണ്ടത് ഞാനാണല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. അത് മനുഷ്യനാണ്, മുഹമ്മദ് എന്ന മനുഷ്യൻ. നമുക്കുണ്ടാവും വേദന, നമുക്കുണ്ടാവും പ്രയാസം. സഹോദരങ്ങളെ പോയിച്ച് അവിടെ ഇങ്ങനെ വരുമ്പോ ഇത് രണ്ടും കൂടെ കൺഫ്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ ആ വേദനയെ നമ്മുടെ ജീവിതം തന്നെ തകർന്നു വരും. ഇത് അല്ലാഹുവിന്റെ വിധിയാണ്, അത് നാം അപൂർണമായി സമർപ്പിക്കുന്നു. പക്ഷെ അതോടൊപ്പം ഭൗതികമായി മനുഷ്യൻ എന്നുള്ളതിൽ നമുക്ക് വേദനയുണ്ട്. അങ്ങനെ ആ വിധിയുടെയും ഈ വേദനയുടെയും ഇടയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന വരും, നാഥ അവർക്ക് നീ പുറത്തു കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ, ഞങ്ങളെയും ആ സ്വർഗത്തിലെത്തിക്കണേ. അതിന് സവാബുണ്ട്. അവിടെയാണ് ജീവിതം സംവിധാനിക്കുന്ന അല്ലാഹുവിന്റെ അപാരമായ ശക്തി. ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും, ഓരോ വ്യസനം ഉണ്ടാകുമ്പോഴും, ഓരോ ദുഃഖം ഉണ്ടാകുമ്പോഴും, ഓരോ നഷ്ടം ഉണ്ടാകുമ്പോഴും നമ്മൾ ഭൗതികമായി വേദനിച്ചേ പറ്റൂ. അതെന്താണ് തീരുമാനമാണ്. വേദനിക്കാതിരിക്കാൻ പറ്റൂല. വേറെ ആൾ വേദനിക്കണ്ടെന്ന് സാധ്യമല്ല. അത് വേദനിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് കാണിച്ചത്. വേദന നല്ലൊരു അധ്യാപകനാണ്, പ്രയാസം നല്ലൊരു അധ്യാപകനാണ്. വേദനിക്കുമ്പോ, കരുളൊരുക്കുമ്പോ നമുക്ക് നമ്മുടെ നിസ്സഹായത ബോധ്യമാകും. നമ്മളൊന്നുമല്ല, കാര്യങ്ങളെല്ലാം അല്ലാഹുവിനാണ്. നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അവനെ സമീപിക്കല്ലാത്ത വേറെ യാതൊരു വഴിയില്ല എന്ന് സത്യവിശ്വാസികൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതിനാണ് സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നത്. വെറുതെ എന്ന് സംഭവിക്കുന്നതല്ല. നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഗതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആര് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം തുടങ്ങേണ്ടത് അവനെന്നാണ്. പിന്നെ അവന്റെ മാതാപിതാക്കളും, പിന്നെ സഹോദരങ്ങളും ഭാര്യസന്താനങ്ങളും, പിന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോ ആ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നമുക്ക് വളരെയധികം അടുക്കാൻ ഈ വേദന നമ്മളെ സഹായിക്കുന്നതാണ്. ഈ പ്രയാസം നമ്മളെ സഹായിക്കും. മറിച്ച് സുഭിക്ഷതയും ആനന്ദവും സൗഭാഗ്യവും തന്നാൽ അതിന്റെ ആലസ്യത്തിൽ മുങ്ങി അല്ലാഹുവിൽ നിന്ന് അകലെ പോയിക്കൊള്ളും എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. അത് അല്ലാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അത് ആഹ്ലാദിക്കാൻ നമുക്ക് പറ്റില്ല, അത് സങ്കടപ്പെടാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരു സത്യവിശ്വാസിയും ആഹ്ലാദിക്കാൻ പറ്റില്ല. എല്ലാ സത്യവിശ്വാസികളും സങ്കടപ്പെടും, അവരുടെ കണ്ണ് നിറയും. ആ മരിച്ചുപോയ മനുഷ്യരുടെ കുടുംബക്കാരോട് അഗമ്യമായ സ്നേഹാഭിലാഷം ഉണ്ടാവും. നമ്മളൊരു പ്രാർത്ഥന കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടും, അവർക്ക് ആശ്വാസമാണ്, മഗ്ഫിറത്തും റഹ്മ. അങ്ങനെയാണ് ഉണ്ടാവുക. അല്ലാഹുവിന്റെ പാപമോചനം ഉണ്ടാവും, അതോടൊപ്പം തന്നെ അനുഗ്രഹവും ഉണ്ടാവുക. അല്ലാഹു നമുക്ക് പാപമോചനം തരാൻ, അനുഗ്രഹം തരാൻ സ്വീകരിക്കുന്ന വളരെ 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 ഗൗരവമുള്ള ആഴത്തിലുള്ള ഒരു ലൈൻ നമുക്ക് ആലോചിക്കുക. അല്ലാഹുവിന്റെ ഭരണ രീതി അങ്ങനെയാണ്. അധികം ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അധികം ആളുകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്യാറില്ല. അധികം ആളുകളും ഓരോന്നിന്റെയും ആഴത്തിൽ അവർ മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന്റെ ഈ മുകൾ പരപ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആഴങ്ങളിലുള്ള മനസ്സിലാക്കാൻ സാധ്യമല്ല. ഖുർആനിൽ എത്ര ഒരുപാട് സംഗതികൾ, ഓരോ സംഭവവും നമുക്കുണ്ടാവും. ലോകത്തുണ്ടാകുമ്പോ, നാട്ടിലുണ്ടാകുമ്പോ, നമ്മുടെ കുടുംബത്തിലുണ്ടാകുമ്പോ, നമ്മുടെ ശരീരത്തിലുണ്ടാകുമ്പോ, നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകുമ്പോ, നമ്മുടെ സാമൂഹിക ജീവിതത്തിലുണ്ടാകുമ്പോ, അതിനെല്ലാം ഉത്തമമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ നിലയിൽ പരിഹാരം പറഞ്ഞു വെച്ചിട്ടാണ് അതുണ്ടാക്കുക. റസൂലിനോട് പറഞ്ഞു, നീ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നവും ഒരു പരിഹാരം നാം കാണാതെ എന്റെ മുന്നിൽ ഒരു പ്രശ്നവും വരില്ല. ഇത് നമുക്ക് കിട്ടാനുള്ള വലിയ മെസ്സേജ് എന്താ? ഏത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരം ഉണ്ടാവും അല്ലാഹുവിന്റെ അടുത്ത്. പക്ഷേ നിഷ്കളങ്കവും ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ അടുത്ത് ആ പരിഹാരം തേടിച്ചെല്ലാനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത്. അവിടെയാണ് സത്യവിശ്വാസത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നത്. വിജ്ഞാനവും വിശ്വാസമായി മാറുകയും വിശ്വാസം ദൃഢബോധ്യമായി യഖീനായി മാറുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ ആശ്വാസകരമായി സത്യവിശ്വാസിക്ക് നേരിടാൻ സാധിക്കും. അവിടെ പുഞ്ചിരി ഉണ്ടാവും, കണ്ണുനീരുണ്ടാവും. എപ്പോ പുഞ്ചിരി വേണം, എപ്പോ കണ്ണുനീര് വേണം, എപ്പോ ആനന്ദം വേണം, എപ്പോ ദുഃഖം വേണം എന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ജനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ അതിലൂടെ നമ്മൾ കണ്ണുനീരിലും പുഞ്ചിരിയിലൂടെ ഈ ജീവിതം അവസാനിപ്പിക്കലാണ്. ഒടുവിൽ ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ തലത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതം വിജയിച്ചു. ഇല്ല, ഭൗതികമായ കണ്ണുകളോടുകൂടി ഇവിടെയാണ് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണെങ്കിൽ എല്ലാ കണ്ണുനീരും എല്ലാ പുഞ്ചിരിയും ഒടുവിൽ അനന്തമായ കണ്ണുനീരിലേക്ക് എത്തുക. മറിച്ചാണെങ്കിൽ എല്ലാ കണ്ണുനീരും അനന്തമായ പുഞ്ചിരിയിലേക്കാണ് എത്തുക. ജീവിതം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ വളരെ ആനന്ദകരമാണ്, ആശ്വാസകരമാണ്. ജീവിതത്തോടൊരു സ്നേഹം ഉണ്ടാവും, ജീവിതത്തോടൊരു താല്പര്യം ഉണ്ടാവും. ഒരിക്കലും ബോറടിക്കൂല. ജീവിതത്തെ ഇഷ്ടപ്പെടുകയും
ജീവിതത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുപോലെ. കാരണം അവനാണ് ജീവിതം ഉണ്ടാക്കിയത്, അവനാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്തത്, നമ്മൾ അവന്റെ ഖലീഫയാണ്. അതായത് അവനിൽ നിന്നാണ്, അവന് വേണ്ടിയാണ്, അവനിലേക്കാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെപ്പോഴും അതാണ് പറയുന്നത്, നമ്മൾ അല്ലാഹുള്ളതാണ്, അല്ലാഹ്ക്ക് വേണ്ടിയാണ്, അല്ലാഹയിലേക്കാണ് മടങ്ങുന്നത്. വളരെ വളരെ കൃത്യമായി ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസത്തോടെ നീങ്ങാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആശ്വാസത്തോടെ നീങ്ങുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരിമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ജലാലി വജ്ഹിഹി വഅലീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നുസീദനാ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ലക. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب أوصيكم وإياي أن بتقوى. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയുടെ ജീവിതം എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് എന്ന് വസിയത്ത് ചെയ്യുക. കാര്യങ്ങളുടെ സമ്പൂർണമായ തീരുമാനം അല്ലാഹുവിലേക്കാണ് നമുക്ക് ദൃഢബോധ്യം വന്നാൽ ആ ബോധ്യത്തിലൂടെയുള്ള ജീവിതത്തിന്റെ പാത സുഗമമായിരിക്കും. പെട്ടെന്ന് കിട്ടൂല, ഒരുപാട് നടക്കണം, ഒരുപാട് അധ്വാനിക്കണം, സന്നദ്ധത വേണം. ആ സന്നദ്ധത എപ്പോഴും നമ്മൾ നിലനിർത്താനുള്ള നിരന്തരമായ പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിച്ചോടെ കുത്തിയിരിക്കാനും പറ്റില്ല. ഈ പ്രാർത്ഥന പൂർത്തിയാക്കിയാൽ ഭൂമിയിലായിട്ട് വ്യാപരിച്ചുള്ളൂ. അബദ്ധവും നിങ്ങൾ തേടുകയും ചെയ്യും, അല്ലാഹുവിന്റെ അനുഗ്രഹം തേടുകയും ചെയ്യുക. അപ്പൊ മനുഷ്യ മനസ്സിന് സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ, ശാന്തത ഉണ്ടാവണമെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊള്ളേ. അല്ലാതെ മനസ്സുകൾ ശാന്തത പ്രാപിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ്. അല്ലാതെ എല്ലാ മനസ്സും വേവലാതിക്കും സർക്യൂട്ട് കംപ്ലീറ്റ് ആവുക. ഒരു ഇൻകംപ്ലീറ്റ് സർക്യൂട്ടായ ഒന്നും മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യില്ല. അള്ളയും നമ്മളും തമ്മിലുള്ള സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് അല്ലാഹുവിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ വരാണ്. അപ്പൊ എല്ലാം കാമായിരിക്കും. മനസ്സ് അല്ലാഹുവിലേക്ക് ഇങ്ങനെ അടുത്ത് ചെയ്യുമ്പോൾ, നമസ്കാരത്തിലാണ് പ്രത്യേകിച്ച്, the total body rest in peace. അങ്ങനെ ഉണ്ടാവില്ല നമുക്ക്. അല്ലാഹുവുമായിട്ടുള്ള മുലാഖത്തിന്റെ ഏറ്റവും ആനന്ദകരമായ അവസ്ഥയിലാണ് അത്തഹിയ്യത്തിലെത്തുക. ഇപ്പൊ മനസ്സ് അല്ലാഹുമായി കംപ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നാക്കൊണ്ട് ഹർഫുകൾ ഉച്ചരിക്കാൻ പോലും മനുഷ്യന്റെ ശരീരത്തിന് സാധ്യത. അപ്പോ കംപ്ലീറ്റ് ബോഡി റെസ്റ്റ് ഇൻ പീസ്, ശാന്തിയിൽ, ശരീരമാസകലം ശാന്തിയിൽ നിലനിൽക്കും. മനസ്സിന്റെ ശാന്തത ശരീരത്തിലേക്ക് ഇങ്ങനെ ഊർന്നൂർന്നു വരും. ഏത് അസ്വസ്ഥതയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിടിപെള്ളിയായി ഉറപ്പിച്ചു പിടിക്കാൻ കഴിയുന്നവന് വിജയത്തിന്റെ മാർഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതായത് ഓരോരുത്തരുടെ തലപ്പിസമലഹാണ് ബലമേറിയ പാശം. ആ പാശത്തെ പിടിച്ചാൽ അതിലൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല. വിശ്വാസിക്ക് ജീവിത പ്രയാസങ്ങളെ നേരിടാൻ, അവന്റെ ഗാർഹിക പ്രശ്നങ്ങൾ, അവന്റെ കച്ചവട പ്രശ്നങ്ങൾ, വ്യാവസായിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, സ്നേഹത്തിന്റെ വിഷയങ്ങൾ, വൈരാഗ്യത്തിന്റെയും ശത്രുതയുടെയും പ്രശ്നങ്ങൾ, ഏത് വിഷയത്തിലും അല്ലാഹുവിനെ മുറുകെ പിടിക്കാൻ സാധിക്കുക എന്നുള്ളത് മഹാനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിക്കാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണി മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മുടെ അഖീദയിലേക്ക് മാറട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر لنا أبو بكر وعمر وعثمان وعلي وحمزة والعباس والحسين والحسين ومن بقية أصحاب رسول الله أجمعين.
കാരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരും പാപങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബാലസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ദ്വാരങ്ങൾ, സ്ഥലന്മാർ, അച്ചുവിട്ടപ്പെട്ട നിരുസലതാഹയുടെ മുഴുവൻ അന്യായികളും മുൻകാല സത്യവിശ്വാസം എല്ലാവരും നീ പുറത്തുമാറാത്തവരാണ്. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിൽ എത്തിയവർക്ക് അവരുടെ കബറിടങ്ങളെ നീ പ്രവിശാലങ്ങളായ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റിവിടുന്നവരാണ്. നാഥ, നിന്റെ അതിഥിയായി, കാരുണ്യവാന്റെ അതിഥിയായി അവിടെ വന്ന് നിന്നിലേക്ക് മുടങ്ങിയ എല്ലാ ആളുകൾക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് പ്രയാസവും വേദനയും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. സാമ്പത്തികമായ ഞങ്ങളുടെ വിഷമതകൾ നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. സന്താനങ്ങളിലും സമ്പത്തുകളിലും നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഥ, എപ്പോഴും സൂക്ഷ്മതയോടുകൂടി നിന്റെ അടുത്ത് നിൽക്കാനുള്ള പ്രാർത്ഥനാജനകമായ ഒരു മനസ്സ് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ പേടിപ്പെടുത്തല്ലേ തമ്പുരാനെ. ശത്രുക്കളെ കൊണ്ടോ പ്രശ്നങ്ങളെ കൊണ്ടോ നീ പേടിപ്പെടുത്തല്ലേ തമ്പുരാനെ. എപ്പോഴും ഉറച്ച വിശ്വാസമുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ യഥാവിധി ജീവിതത്തെ പകർത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രവിശാലങ്ങളാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. നരകക്ഷത്തിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين.